ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 7 വയസ്സ് പ്രായമുള്ള കുട്ടീൻ്റെ ഒരു ഉടുപ്പാണ് കേട്ടോ. നെറ്റ് കൊണ്ടുള്ള ഒരു ഉടുപ്പാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 7 മീറ്റർ നെറ്റ് വേണം. 7 മീറ്റർ നെറ്റ് എടുത്താൽ നല്ല പ്ലീറ്റ്സ് ഉള്ള ഉടുപ്പ് തയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ 7 മീറ്റർ നെറ്റ് എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ യോക്കിൻ്റെ പോർഷൻ, അതായത് ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ പോവുകയാണേ. ബോഡി പാർട്ട് നമുക്ക് ഇങ്ങനെ ലെങ്ത്ത് 13.5 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തത് കേട്ടോ. 13.5 ഇഞ്ച് ലെങ്ത്തിലും പിന്നെ വിടുത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പീസാണ് എടുത്തത്. ബാക്കത്തെ പോർഷൻ നമുക്ക് സിബ് ഇടാൻ വേണം. അപ്പോൾ ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ മടക്കി വെച്ച ഭാഗവും. ഓക്കെ, അങ്ങനെ നമ്മളിത് ഈ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ കഴുത്തിൻ്റെ വീതി എത്ര നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കോളറിൻ്റെ ഒരു നെക്കാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കും 2 ഇഞ്ച് കഴുത്തിൻ്റെ വീതി എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇതേ അളവിൽ കട്ട് ചെയ്യുകയാണെ. വരക്കണമൊന്നുമില്ല, നമുക്കിങ്ങനെ വെച്ചാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ഫസ്റ്റായിട്ട് തയ്ക്കണ പോലൊക്കെ ഇങ്ങനെ വരച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തെ ഭാഗം മാത്രമാണ് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്യണത്. ബാക്കിയുള്ളത് ബാക്കിലത്തെ ഭാഗം നമ്മൾ 1/2 ഇഞ്ച് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് നേരെ വെട്ടി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ഷോൾഡറിൻ്റെ വീതി എത്ര എടുക്കേണ്ടത് നോക്കാം. 3.25 ഇഞ്ച് വീതി വേണം കേട്ടോ. ഇത് കോളറുള്ള കഴുത്ത് ആയതുകൊണ്ടാണ് 3.25 എടുക്കുന്നത്. പിന്നെ നമുക്ക് കൈക്കുഴി 6 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. ഞാനിത് വരക്കണമൊന്നുമില്ല, നിങ്ങൾ വരച്ചതിന് ശേഷം മാത്രം വെട്ടിയാൽ മതി. 6 ഇഞ്ച് ലെങ്ത്ത് വേണം കേട്ടോ കൈക്കുഴിയായിട്ട്. പിന്നെ ഇതിൻ്റെ വിടുത്ത് ഞാൻ മാർക്ക് ചെയ്യണത് 9 ഇഞ്ചിലാണ് കേട്ടോ. 9 ഇഞ്ച് നമ്മളെ ചെസ്റ്റിൻ്റെ ഭാഗം നടുമടക്കിയതിന് ശേഷമാണല്ലോ. അങ്ങനെ 9 ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ താഴത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സൈഡത്തെ ഭാഗം ഒരു 3/4 ഇഞ്ചൊക്കെ ചെരിഞ്ഞ് വരണം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലത്തെ ഭാഗം ബാക്കിലെ ഭാഗത്തിലൊക്കെ എടുത്തിട്ട് ലൈനിങ്ങും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലൈനിങ്ങിൻ്റെ മേലെ നമ്മൾ ഈ നെറ്റ് ഉണ്ടല്ലോ അത് വെച്ചതിന് ശേഷം ഇങ്ങനെ കോളറിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഒറ്റ പീസാക്കുക. അതുപോലെ തന്നെ ബാക്കിലെ ഭാഗം ഈ നെറ്റ് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ലൈനിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒറ്റ പീസാക്കിയിട്ട് തയ്ച്ച് മാറ്റുക. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തിട്ട് സിബൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ബാക്കിലെ സിബ് വെച്ചിട്ടുണ്ട്, നമ്മളെ ഷോൾഡറും ലൈനിങ്ങും കൂടിയൊക്കെ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തയ്ച്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ബോഡി പാർട്ടൊക്കെ തയ്ച്ച് കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കോട്ടൺ ലൈനിങ് കൂടി വെച്ചിട്ടാണ് തയ്ച്ചത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തായിട്ട് നെറ്റ് ഉണ്ടല്ലോ, നമ്മൾ 7 മീറ്റർ നെറ്റ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ബാക്കിയുള്ള പീസ് നമുക്ക് മുഴുവൻ ഞെറിവായിട്ടിടാം. അപ്പോൾ ഞെറിവായിട്ടിടാൻ വേണ്ടിയിട്ട് നമുക്ക് ലെങ്ത്ത് വേണ്ടത് 23 ഇഞ്ചാണ്. 23 ഇഞ്ച് ലെങ്ത്ത് വേണം. പിന്നെ അതിന് താഴേക്കായിട്ട് വേറെ ഞെറിവും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ 7 വയസ്സ് കുട്ടിക്കുള്ള ഭാഗം. അങ്ങനെ 23 ഇഞ്ച് ലെങ്ത്തിൽ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കട്ട് ചെയ്ത ഫ്രണ്ടും ബാക്കും കൂടി നമ്മൾ ചെറിയ ഞെറിവിട്ടിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ബോഡി പാർട്ടിന് അറ്റാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ നമ്മളിങ്ങനെ ഞെറിവിട്ടിട്ട് തയ്ച്ച് വെക്കുക. ജസ്റ്റ് ഒന്ന് തയ്ച്ചതിന് ശേഷം ഇങ്ങനെ നൂല് വലിച്ചിട്ട് ഞെറിവാക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മളത് ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഈ ബോഡി പാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലും ബാക്കിലും കൂടി ഈ പീസ് എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 ഭാഗം കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി താഴേക്ക് നമ്മൾ ഇങ്ങനെ ചെറിയ ഞെറിവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഞെറിവിൻ്റെ ലെങ്ത്ത് വരുന്നത് 8.5 ഇഞ്ചാണ്. 8-9 ഇഞ്ച് നമ്മൾ ലെങ്ത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അങ്ങനെ ചെറിയ ഞെറിവ് ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ മേലേക്ക് വരുന്ന രീതിയിൽ, നല്ല ഭാഗത്തേക്ക് ഈ ഞെറിവ് വരുന്ന പ്ലീറ്റ്സ് കാണുന്ന രീതിയിൽ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തയ്ച്ചു കൊടുക്കുക. ഇതാ കണ്ടോ, ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്കും ഇങ്ങനെ രണ്ടാമത്തെ ലെയറും കൂടി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. മേലെ ഭാഗത്തേക്കും താഴെ ഭാഗത്തേക്കുമായിട്ട് 2 ലെയർ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സാറ്റിൻ്റെ ലൈനിങ്ങും പിന്നെ സ്റ്റിഫ് നെറ്റും കോട്ടനും ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും കാണിക്കണില്ല, വീഡിയോ ലെങ്ത്ത് കൂടി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ഏകദേശം തയ്ച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഫ്രണ്ടിൽ കോളറൊക്കെ വെച്ചിട്ട് കോളറിൻ്റെ നെക്കും ഞെറിവുള്ള കോളറാണ്. പിന്നെ സ്ലീവിന് ഇങ്ങനെ
നെറ്റിൻ്റെ സ്ലീവും ഇതുകൊണ്ട് തന്നെ ഞെറി വെച്ചിട്ട് ലേസാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലൊരു ബോ വെച്ചിട്ട് തുന്നി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു മുത്തൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നെറ്റിൻ്റെ ഫ്രോക്കാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. പിന്നെ സ്റ്റിഫ് നെറ്റൊക്കെ വെച്ച് വരുമ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫ്രോക്കാണ് കേട്ടോ. അത് കാണാനായിട്ട് ഫുൾ ലെങ്ത് ഉള്ള ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അങ്ങനെ നമ്മളെ ഫ്രോക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. 2 ലെയറായിട്ട് താഴേക്ക് ഇങ്ങനെ ഞെറിവ് വരുന്ന ടൈപ്പുള്ള ഫ്രോക്കാണ് കേട്ടോ. ഇതേ നെറ്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ഫ്രോക്കും കൂടി തയ്ച്ചിട്ടുണ്ട്. 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീൻ്റെ ഉടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബോഡി പാർട്ടിൽ കുറേ മുത്തൊക്കെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.